പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടുന്നില്ല. കാലം കുറെയായിട്ടൊരു കാര്യം പ്രാർത്ഥിക്കുന്നു, ഉത്തരം കിട്ടുന്നില്ല. പ്രതീക്ഷ അറ്റുപോകാനുള്ള എല്ലാ പ്രലോഭനമുണ്ട്, ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് തോന്നിപ്പോകാൻ. അത്തരം നേരങ്ങളിൽ നമ്മൾ എടുക്കേണ്ട 4 സിമ്പിൾ മെത്തേഡ്സ്. ഒന്ന്, ദേവാലയത്തോട് ബന്ധപ്പെട്ടിരിക്കുക. പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടാതെ വരുന്ന ഒരു ആത്മീയ വരൾച്ചയുടെ കാലത്ത്, ദൈവിക സ്വരത്തിന് കാതോർക്കാൻ പറ്റാതെ പോകുന്ന ഒരു കാലത്ത് ബോധപൂർവം നമ്മൾ ദേവാലയത്തോട് അടുത്ത് നിൽക്കണം. നമുക്ക് പ്രലോഭനം എന്താ? ഇനിയിപ്പോ പള്ളിയിൽ പോക്കൊന്നും വേണ്ട, കുർബാനയില്ല എന്നൊക്കെ പറഞ്ഞ് പോകാനുള്ള പ്രലോഭനം കൂടും. ആ നേരത്ത് വേണം കൂടുതൽ കർത്താവിലേക്ക് അടുത്ത് നിൽക്കാൻ. 2, ദൈവസ്തുതി പറയണം. നമ്മളെപ്പോഴാ ദൈവസ്തുതി പറയാറുള്ളത്? വല്ല സന്തോഷമൊക്കെ കിട്ടിക്കഴിയുമ്പോ അയ്യോ കർത്താവെ നന്ദി, സ്തുതി, ആരാധന എന്ന് പറയും. ഒന്നും അനക്കമില്ലാത്തൊരു സമയത്ത് പറയാൻ പറ്റുമോ? ആ സമയത്ത് കർത്താവെ നിനക്ക് മഹത്വം, നിനക്ക് മഹത്വം, ഹല്ലേലൂയ, ദൈവസ്തുതി പറയണം. അടുത്തത്, പ്രാർത്ഥനകൾ മുടക്കം വരുത്താതിരിക്കണം. അടുത്തത്, ഉപവാസം പവർഫുൾ ആണ്. ദൈവിക സ്വരത്തിന് കാതോർക്കാൻ, ദൈവിക ഇടപെടലിന് ഒരുങ്ങുന്നൊരു കാലത്ത് നമ്മൾ എടുക്കേണ്ട 4 സിമ്പിൾ മെത്തേഡ്സ് ആണ്: ദേവാലയത്തോട് ബന്ധമുണ്ടായിരിക്കണം, ദൈവസ്തുതി അധരങ്ങളിൽ നിരന്തരമുണ്ടായിരിക്കണം, പ്രാർത്ഥന മുടക്കം വരുത്താതിരിക്കണം, ഉപവാസം എടുക്കണം.